പ്രൈസ് ദ ലോർഡ്. ജീവജലത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ സഹോദരങ്ങൾക്കും യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2025 ഓഗസ്റ്റ് മാസം 26-ാം തീയതി ചൊവ്വാഴ്ച. ദൈവത്തിൻ്റെ വലിയ കൃപയാൽ നാം ഏവരും ഒരു പുതുദിനത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഈ ദിനം സന്തോഷത്തിൻ്റെയും നന്മയുടെയും അനുഗ്രഹത്തിൻ്റെയും ദിനമായി തീരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഇന്നത്തെ വാഗ്ദത്ത വചനത്തിനായി ഒരുങ്ങാം. ഇന്ന് ജീവജലത്തിൽ കൂടി പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം 5-ാം വാക്യം. റെവലേഷൻസ് ചാപ്റ്റർ 5 വേഴ്സ് 5 നാം ഇപ്രകാരം വായിക്കുന്നു. അപ്പോൾ മൂപ്പന്മാരിൽ ഒരുത്തൻ എന്നോട്, കരയേണ്ട, യഹൂദാ ഗോത്രത്തിലെ സിംഹവും ദാവീദിന്റെ വേരുമായവൻ പുസ്തകം തുറക്കുവാനും അതിന്റെ 7 മുദ്രയും പൊട്ടിക്കുവാനും തക്കവണ്ണം ജയം പ്രാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായം 1-2 വാക്യങ്ങളിൽ, അനന്തരം ഞാൻ സ്വർഗം തുറന്നിരിക്കുന്നതും ഇവിടെ കയറി വരിക എന്നുള്ള ഒരു ശബ്ദവും കേട്ട് ചെല്ലുമ്പോൾ മേലാൽ സംഭവിപ്പാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാം. അങ്ങനെ ഇതാ സ്വർഗത്തിന്റെ അവസ്ഥ കാണുന്നു. 4-ാം അധ്യായം 3 മുതലുള്ള വാക്യങ്ങളിൽ, തുറക്കപ്പെട്ട സ്വർഗത്തിനകത്ത് സർവശക്തനായ പിതാവാം ദൈവത്തെയും ആ പ്രധാന സിംഹാസനത്തിന് ചുറ്റുമായി 24 സിംഹാസനങ്ങളും പൊൻകിരീടം അണിഞ്ഞുകൊണ്ട് വെള്ളയുടുപ്പ് ധരിച്ച 24 മൂപ്പന്മാരും, ആ സ്വർഗീയ കാഴ്ച 4-ാം അധ്യായം പൂർണ്ണമായും വ്യക്തമാക്കുന്നു. അങ്ങനെ 5-ാം അധ്യായം ആരംഭിക്കുമ്പോൾ സിംഹാസനത്തിലിരിക്കുന്ന പിതാവാം ദൈവത്തിന്റെ വലങ്കയിൽ അകത്തും പുറത്തും എഴുതിയ ഒരു പുസ്തകമുണ്ട്. എന്നാൽ 7 മുദ്രകളാൽ അത് മുദ്രയിടപ്പെട്ടിരിക്കുന്നു. മൂപ്പന്മാരിൽ ശക്തനായവൻ ഒരുവൻ, ദൂതന്മാരിൽ ഒരുവൻ വിളിച്ചു ചോദിച്ചു, ഇത് തുറക്കുവാൻ, മുദ്ര പൊട്ടിക്കുവാൻ ആരുണ്ട്? നാം 3-4 വാക്യങ്ങളിൽ ആ വിളി കേട്ട് മുദ്ര പൊട്ടിക്കുവാൻ എങ്ങും കഴിവുള്ള പ്രാപ്തിയുള്ള ഒരുവനെ കണ്ടില്ല. 4-ാം വാക്യത്തിൽ ഈ മുദ്ര പൊട്ടിച്ച് പുസ്തകം തുറന്ന് വായിക്കുവാൻ ആരുമില്ലാത്തതോർത്ത് കരയുന്നു. ആ കരച്ചിലിന്റെ മറുപടിയാണ് 5-ാമത്തെ വാക്യം. കരയേണ്ട, ദാവീദിന്റെ വേരും സിംഹവുമായവൻ ഇതാ ആ പുസ്തകം തുറക്കുവാനും മുദ്ര പൊട്ടിക്കുവാനും തക്കവണ്ണം ജയം പ്രാപിച്ചിരിക്കുന്നു. ഇന്നത്തെ ജീവജലത്തിൽ വെളിപ്പാട് പുസ്തകത്തിന്റെ ആധികാരികതയോ അല്ല, യേശുക്രിസ്തുവിന്റെ പുനരാഗമനവുമായി ബന്ധപ്പെട്ടുള്ള ചിന്തകളോ എസ്കറ്റോളജിക്കലായിട്ടുള്ള ഭാഗങ്ങളോ ഒന്നുമല്ല പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുവാൻ ആഗ്രഹിക്കുന്നത്. ഒരേ ഒരു ചിന്ത, ആരെല്ലാം വെല്ലുവിളിച്ചാലും, ആർക്കൊക്കെ എന്തൊക്കെ സാധിക്കുന്നില്ലെങ്കിലും, ദാവീദിന്റെ ഗോത്രത്തിൽ യഹൂദയുടെ സിംഹമായവൻ സകല കെട്ടുകളും പൊട്ടിക്കുവാൻ ജയം പ്രാപിച്ച യേശുവാണ് എന്നുള്ള ഏക ചിന്തയാണ് ഇന്ന് നമുക്ക് നൽകുന്നത്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവജനമേ, നിങ്ങളുടേതായിട്ടുള്ള ചില പ്രശ്നങ്ങൾ, ഭാരങ്ങൾ, പ്രതികൂലങ്ങളിൽ കൂടെ കടന്നു പോകുകയാണ്. പ്രത്യേകാൽ
2025 8-ാം മാസത്തിന്റെ അവസാന ദിനങ്ങളിൽ നാം എത്തിച്ചേർക്കപ്പെട്ടു. പ്രത്യേകിച്ച് ഈ ആഴ്ച കൊണ്ട് നടന്ന് കിട്ടേണ്ട ചില കാര്യങ്ങളുണ്ട്, സാധ്യമാകേണ്ട ചില കാര്യങ്ങളുണ്ട്. അത് നിയമവശം, സാമ്പത്തിക വശം, കുഞ്ഞുങ്ങളുടെ അഡ്മിഷൻ സംബന്ധമായി, ജോലി സംബന്ധമായി, അപ്പോയിന്റ്മെന്റ് ഓർഡർ സംബന്ധമായി, വിസ സംബന്ധമായി, ബാങ്ക് ലോൺ സംബന്ധമായി എന്നുവേണ്ട പല കാര്യങ്ങളിൽ തീർപ്പ് കൽപ്പിക്കേണ്ട ദിനരാത്രങ്ങളാണ് ഇനി നമ്മുടെ മുമ്പിലുള്ള 4-5 ദിനങ്ങൾ. നാം പലരോടും വാക്കു പറഞ്ഞ ദിവസങ്ങൾ അടുക്കുകയാണ്. ഓഗസ്റ്റ് 31-നകം ചില കാര്യങ്ങൾ പൂർത്തീകരിക്കപ്പെടേണ്ടതുണ്ട്. പക്ഷേ ഇന്ന് ഈ നിമിഷം വരെ അതിനൊരു മറുപടിയില്ല. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. എങ്ങനെ ഈ വിഷയത്തിനൊരു പരിസമാപ്തിയാകുമെന്നും ഒരു എത്തും പിടിയുമില്ല. അങ്ങനെ ഭാരത്തിലും വിഷമത്തിലും എന്ത് ചെയ്യണമെന്ന് അറിയാതെ കുഴങ്ങി നിൽക്കുന്ന ദൈവപൈതലിനോട് ഈ പ്രഭാതത്തിൽ ഇന്നത്തെ വാഗ്ദത്ത വചനം പറയുന്നു, സഹോദര സഹോദരി, ഏത് പ്രശ്നത്തിനും പരിഹാരമായി യേശുവുണ്ട്. സകലത്തെയും ജയിച്ച കർത്താവ് എന്നോട് കൂടെയുണ്ട്, നിങ്ങളോട് കൂടെയുണ്ട്, നമ്മോട് കൂടെയുണ്ട്. നാം അഭിമുഖീകരിക്കുന്ന സകല വിഷയത്തിനോടും കൂടെയുണ്ട്. നിങ്ങൾ ഇന്ന് ഭാരപ്പെടുന്ന വിഷയം, നിങ്ങളെ വിട്ട് വിദൂരങ്ങളിലായിരിക്കുന്ന മക്കളുടെ കാര്യത്തിലാണോ, മരുമക്കളുടെ കാര്യത്തിലാണോ, കൊച്ചുമക്കളുടെ കാര്യത്തിലാണോ, ഭർത്താവിന്റെയോ ഭാര്യയുടെയോ മാതാപിതാക്കളുടെയോ കാര്യത്തിലാണോ? എവിടെയാണ് നിങ്ങൾ ഭാരപ്പെടുന്ന വിഷയത്തിന്റെ സ്ഥാനം? അതെവിടെയും ആയിക്കൊള്ളട്ടെ, അതിവേഗം സഞ്ചരിക്കുന്ന ദൈവത്തിന്റെ വചനം അവിടെ ഒരു വിടുതലായി പറന്നിറങ്ങി. അതെ, സകലത്തിന്മേലും ജയം നൽകുന്ന നമ്മുടെ രക്ഷകനും കർത്താവാകുന്ന യേശു ഇന്ന് വിടുതൽ തരുവാൻ, സൗഖ്യം തരുവാൻ, പ്രതികൂലത്തെ അനുകൂലമാക്കുവാൻ മതിയായവൻ തന്നെയാണ്. ആ കർത്തൃകരങ്ങളിലേക്ക് ഈ പ്രഭാതത്തിൽ നമ്മുടെ ഭാരങ്ങളെയും പ്രശ്നങ്ങളെയും വിഷയങ്ങളെയും മനോവേദനകളെയും ഇറക്കി വെച്ചുകൊണ്ട് വളരെ പ്രത്യാശയോടെ ഇന്നത്തെ വാഗ്ദത്ത വചനം സന്തോഷത്തോടെ ആവർത്തിച്ചു വായിച്ചുകൊണ്ട് ഇന്നിലേക്ക് ഇറങ്ങിത്തിരിക്കുക. സകലത്തെയും ജയിച്ച ജയാളിയായ ജയവീരനായ കർത്താവ് എന്നോടൊപ്പമുണ്ട്. അതുകൊണ്ട് മകനെ, മകളെ, പിതാവേ, മാതാവേ, സഹോദര സഹോദരി, കരയേണ്ട. നീ കരയേണ്ട കാര്യമില്ല. ഏത് മുദ്രയും പൊട്ടിക്കുവാൻ ജയം പ്രാപിച്ചവൻ നമ്മോട് കൂടെയുണ്ട്. ആര് കെട്ടിയിട്ടാലും ആ കെട്ടിനെ പൊട്ടിക്കുവാൻ കഴിവുള്ളവൻ നമ്മോട് കൂടെയുണ്ട്. ആ കർത്താവിന്റെ വലങ്കരം പിടിച്ചുകൊണ്ട് പ്രാർത്ഥനയോടെ ഇന്നത്തെ ദിനത്തിലേക്ക് പ്രവേശിക്കാം. ജീവജലത്തിന്റെ ശ്രോതാക്കളായ ദൈവമക്കളെ, നിങ്ങളെ ഈ ശക്തനായ ദൈവം, ജയവീരനായ കർത്താവ് തന്റെ കൃപയാൽ വഴി നടത്തട്ടെ. നിങ്ങൾ ഇന്ന് അഭിമുഖീകരിക്കുന്ന സകല പ്രശ്നത്തിന്മേലും കർത്താവ് വിടുതലും സൗഖ്യവും വിമോചനവും നൽകി അനുഗ്രഹത്തോടെ കരം പിടിച്ചു നടത്തട്ടെ. അതിന് നമ്മെ തന്നെ പ്രാർത്ഥനാ പുരസ്സരം ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവമായ സ്വർഗീയ രാജാവാം ദൈവമേ, വെളിപ്പാട് പുസ്തകത്തിൽ കൂടെ അങ്ങയുടെ ദാസന് ആത്മവിവശതയിൽ ലഭ്യമായ വെളിപ്പാടുകൾ ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ചുവല്ലോ. ആർക്കും മുദ്രകളെ പൊട്ടിക്കുവാൻ കഴിയാതെ വണ്ണം, ആരും മുന്നോട്ട് വരുവാൻ പാടില്ലാതെ വണ്ണം, പ്രതികൂലത്തിന്റെ അവസ്ഥയിലും സകലത്തെയും ജയിച്ച ജയവീരനായ യഹൂദയുടെ സിംഹവും ദാവീദ് ഗോത്രത്തിലെ വേരുമായവൻ ഞങ്ങൾക്ക് വേണ്ടി ഇന്നും ജീവിക്കുന്നു എന്നുള്ള സദ്വാർത്ത ഞങ്ങളെ കേൾപ്പിച്ചതിനായി സ്തോത്രം.
അപ്പാ നിരവധി അനവധി പ്രശ്നങ്ങളും ഭാരങ്ങളുമായി ഈ അതിരാവിലെ ഞങ്ങൾ അടുത്തു വരികയാ. സകലത്തെയും ജയിച്ച കർത്താവ് ഞങ്ങളുടെ വിഷയത്തിന്മേലും ജയമെടുക്കണം. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ആവശ്യം, കുടുംബത്തിന്റെ ആവശ്യം, സഭയുടെ ആവശ്യം, ദേശത്തിന്റെ ആവശ്യം അപ്പനും ഇവിടുന്ന് കാണണമേ. അതിന് തക്കതായ ആലോചനകൾ, ഉത്തരങ്ങൾ നൽകി തന്ന് അനുഗ്രഹത്തോടും സന്തോഷത്തോടും ദൈവകൃപയോടും ഇന്നത്തെ ദിനം മുൻപോട്ട് പോകുവാൻ ഞങ്ങളെ ഒരുക്കണമെന്ന് യേശു ക്രിസ്തു മൂലം അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ, ആമേൻ, ആമേൻ. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നാം കേട്ട ദൈവവചനം നമ്മുടെ ജീവിതത്തിൽ അന്വർത്ഥമായി തീരട്ടെ. കരയേണ്ട. ഏത് കെട്ടുകളെയും ഏത് മുദ്രകളെയും പൊട്ടിക്കുവാൻ ജയം പ്രാപിച്ച ഒരുവൻ നമ്മോട് കൂടെയുണ്ട്. ആ കർത്താവ് ഇന്ന് പകൽ നമ്മുടെ വഴിയാത്രയിൽ, ജീവിതയാത്രയിൽ കൂടെ ഇരുന്ന് സകല ബന്ധനങ്ങളെയും തകർത്ത് വിടുതലും അനുഗ്രഹവും നൽകട്ടെ. അങ്ങനെ എല്ലാ നിലകളിലും സ്വർഗീയ കൃപയാലും കരുതലാലും ഇന്നത്തെ ദിനം ഏവർക്കും അനുഗ്രഹപ്രദമായി തീരട്ടെ. കർത്തൃ ശുശ്രൂഷയിൽ നിങ്ങൾക്കൊപ്പം ബ്രദർ സന്തോഷ് കോടുകുളഞ്ഞി. ഗോഡ് ബ്ലെസ് യു ഓൾ.